Principal Mr. Shaukat Ali Sir, Vice Principal Zeenat Ma'am, Moral Director Semi Sir, teachers and all the staff that's working to run this institution, and my dear friends. A very warm good morning to one and all. Assalamu alaikum wa rahmatullahi wa barakatuh. This is me Selva. So to help us keep in touch with our Creator, we have Ayn for the prayer. Jazakallahu khairan. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. This biased targeting should not make us any less patriotic. This land that feeds us deserves our patriotism. What is patriotism? These days, we are being questioned about our loyalty to our country. So to instill in us that fire, I call upon Naseem for the pledge. Thank you, Naseem. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. India well-being and prosperity, long life and happiness. Good thoughts lead to good actions. So to keep you motivated and to instill in us hope, I welcome Aslaha for the thought. Today's thought. Optimism is the faith that leads to achievement. Nothing can be achieved without hope and confidence. With these words of Helen Keller, let's remind ourselves to stay optimistic. Let's hope and pray that we gain a speedy recovery from this pandemic. Thank you. And now, to address us, I welcome our principal for a few words. Thank you, sir. Dear students, ജൂൺ 19 വായനാദിനമായിട്ട് ആചരിക്കുകയാണ്. പി എൻ പണിക്കർ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ചരമദിനമാണ് വായനാദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ക്യാൻഫഡ് പോലെയുള്ള സംഘടനയുടെ തലപ്പത്തിരുന്ന് ഒരു വലിയ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ആളാണ് പി എൻ പണിക്കർ. വായന എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിന് ഉള്ള ഭക്ഷണമാണ്. ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നത് പോലെ മനസ്സിന് നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഏത് പുസ്തകമാണ് വായിക്കുന്നത് അതാണ് നമ്മുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തീരുമാനിക്കുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെത്തിയ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ആത്മകഥകളും ജീവിത അനുഭവങ്ങളും അടങ്ങിയ പുസ്തകങ്ങൾ ധാരാളമായിട്ട് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു മനുഷ്യനെ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അയാളോട് ചോദിക്കും, നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അവ ഏതൊക്കെയാണ്? ഈ രണ്ട് ചോദ്യത്തിൽ നിന്നും ആ വ്യക്തി എനിക്ക് അളക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വായനയുടെ പ്രാധാന്യം ഈ ഒരു വരികളിൽ വ്യക്തമായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ ഖുർആൻ അതിൻ്റെ പ്രഥമമായിട്ട് ഇറങ്ങിയ വചനത്തിൽ പറയുന്നത്, വായിക്കുക നിന്നെ സൃഷ്ടിച്ച എൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ. വായനയ്ക്ക് പ്രാരംഭത്തിൽ തന്നെ ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് വായിക്കുക, ജീവിതത്തിലുടനീളം വായനയെ കൂട്ടുകാരനായിട്ട് കാണുക, പുസ്തകങ്ങളെ കൂട്ടുകാരനായിട്ട് കാണുക, വായനയെ കൂടെ കൂട്ടുക. എന്നാൽ തീർച്ചയായിട്ടും ഒരു നല്ല വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്നത് വായിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. തോമസ് ഡയർ പറയുന്നു, വായിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആൾ ബുദ്ധിപരമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അയാൾക്ക് പിന്നെ ബുദ്ധിപരമായിട്ട് വളരാൻ സാധിക്കില്ല, ബുദ്ധിയെ മരവിപ്പിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക.
വായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. സമയം പാഴാക്കാതെ ഒരുപാട് അറിവുകൾ, വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ കണ്ടെത്തി അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വായിച്ച പുസ്തകവുമായി ബന്ധപ്പെട്ട് മർക്കസുൽ ഉലൂം സീനിയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ഓരോ സെക്ഷനിലും അനുയോജ്യമായ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രോഗ്രാമുകളിൽ എല്ലാ വിദ്യാർത്ഥികളും സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു ഓൾ. I pray you will have a better day and a better life. And always remind yourself that your life is already written. It is in God's hands. So don't worry about what you cannot control. So hereby asking you to tawakkul, we conclude our morning assembly. Thank you for your patience. Assalamu alaikum wa rahmatullahi wa barakatuh.